ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇതാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നതൊക്കെ കുറേ ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മളിതാ തീയൊക്കെ കത്തിച്ച് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു അടിപൊളി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങക്ക് നല്ല വിലയാണല്ലേ, പക്ഷെ കിട്ടുന്നതാണല്ലോ ഇതേപോലെ കുഞ്ഞിതും അതുപോലെ തന്നെ മുക്കാതെ തേങ്ങയും. അതാണെങ്കിൽ കറിക്കൊന്നും അരച്ചാലും ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ ഇതേപോലെ നമ്മൾ ദോശയ്ക്ക് ഉപ്മാവിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ 2-3 പീസ് ചെറുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ തൽക്കാലം പച്ചമുളക് ഇട്ടിട്ടില്ല. ചെറിയൊരു എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ തേങ്ങയും ജീരകവും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറുതെ കലക്കി ചുട്ട് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കൂല കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു അരമണിക്കൂർ വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ആയാലും മതി കേട്ടോ. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് പൊന്തി വന്ന് നമ്മുടെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു അരമണിക്കൂർ റെസ്റ്റ് ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫൈസിക്കുട്ടിക്ക് തേങ്ങ ചട്നിനേക്കാൾ കൂടുതൽ ഇഷ്ടം തക്കാളി ചട്നിയാണ് കേട്ടോ. പിന്നെ തേങ്ങേൻ്റെ വില അനുസരിച്ച് നമ്മൾ തക്കാളി ചട്നിയിലേക്ക് തൽക്കാലം മാറി അങ്ങനെ അടുപ്പ് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം തീ നല്ലോണം കത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ദോശ ചൂടുണ്ടല്ലോ, അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ വേഗം തന്നെ നമ്മൾ തക്കാളി ചട്നിക്കുള്ള സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടെന്ന് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പതിമുഖത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴൊന്നും നമ്മൾ വെള്ളം തിളപ്പിക്കാറില്ല കേട്ടോ. ചില സമയത്ത് തോന്നി തിളപ്പിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ തന്നെയാണ് കുടിക്കാറുള്ളത്. പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ മാത്രം ഒരു ചൂടുവെള്ളം കുടിക്കലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്ന സമയത്ത് ഈ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ദാഹം തീരാത്ത പോലെയാണ്. പൈപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കുടിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടില്ല കേട്ടോ, ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ. അതിങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അപ്പം ചൂടാമെന്ന് വിചാരിച്ചു. അപ്പത്തോ ദോശ ഒന്നും എന്തുകൊണ്ടും പറയാട്ടോ. ഓരോ സമയത്ത് ദോശ പറയും, ചില സമയത്ത് അപ്പം എന്ന് പറയും. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ തേച്ചതാ ഓരോ മാവായിട്ട് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ദോശ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മുരിയിപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സൈഡ് മാത്രം വേവിച്ചെടുക്കുമ്പോൾ ഇത് കഴിക്കാനൊരു ടേസ്റ്റ് കുറവാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അതിൻ്റെ കൂടെ ഈ ഒരു തക്കാളി ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ശരിയായി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചോറ് വെക്കാനും പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് കുളിക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വെള്ളം വെച്ചിട്ട് അതോട് കുളിപ്പിച്ചിട്ട് പിന്നെ അവർ വെള്ളം മാറ്റിയിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ചോറും വെക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ 2 കാലത്തിൽ കരിയാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അവരെ കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇതിലേക്കല്ല സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും പിന്നെ അത് ചെറിയൊരു പീസ് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ നമ്മൾ ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള സാധനം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറല്ലേ. അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ പൈസക്ക് അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കണമല്ലോ, കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ഉപ്പേരി റെഡി ആവുന്നുണ്ട് ഗ്യാസിൽ. പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ ചോറിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഫൈസിക്കുട്ടീനെ സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടാക്കി നേരെ തന്നെ നമ്മുടെ ഫാദുക്കുട്ടീനെയും കൂടി കൊണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞാനാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരെ ഫാദുക്കുട്ടീനെയും കൊണ്ടാക്കിയതാണ് തിരിച്ചു വന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഫോണിലൊക്കെ തോണ്ടി കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇന്ന് മീനായിട്ട് നത്തൽ മീനായിരുന്നു കേട്ടോ. കുഞ്ഞു മീനുണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ അത് നന്നാക്കൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടി വിയിൽ കുറച്ച് സിനിമയോ സീരിയലോ എന്തോ വെച്ചിട്ടുണ്ട്, ഓർമ്മയില്ല കേട്ടോ. കുറേ ദിവസം മുന്നത്താണ്. അതെന്തോ വെച്ചിട്ടാണ് അങ്ങനെ ആ ഒരു സൗണ്ടിൽ അങ്ങനെ. പിന്നെ നമ്മൾ കിച്ചണിലത്തെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടി വി നേരെ കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ ബോറടിക്കാതെ പണിയൊക്കെ ചെയ്യാം. അങ്ങനെ നത്തൽ മീനും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് പീര വെക്കണം. പിന്നെ ഇക്കാക്ക് വേറെ എന്തെങ്കിലും ഒരു കറിയും വെക്കണം.
പിന്നെ നത്തിൽ പൊരിക്കും വേണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ നത്തിൽ പീര വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്ക് വേണ്ട, അനക്ക് വേണമെങ്കിൽ വെച്ചോ, എനിക്ക് വേറെ എന്തെങ്കിലും കറി വെച്ചാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളായി ഈ നത്തലിൻ്റെ പീര കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നത്തിൽ പൊരിക്കണേക്കാളും കറി വെക്കണേനേക്കാളൊക്കെ എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പീര വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ നേരം നിന്നിട്ടാണ് കേട്ടോ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. മസാല തേച്ച് വെക്കാണ്. ഇത് പൊരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് കേട്ടോ. ഒരുപാട് മൊരിയണ ഇഷ്ടമല്ല, ചെറുതായിട്ടിങ്ങനെ മൊരിഞ്ഞ് ചെറുതായിട്ടിങ്ങനെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും. നല്ലോണം മുരിയാണ്ട് ചെറുതായിട്ടിങ്ങനെ ഇതാവുന്നത് നല്ല രസമാണ് കേട്ടോ നമ്മൾ നത്തിൽ. അങ്ങനെ അതൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കൊക്കെ ഇനി പെട്ടെന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് ഭ്രാന്ത് വരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് തേങ്ങ അരച്ച് വയ്ക്കാം എന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ കുറേ ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചേമ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാൽ ചേമ്പാന്ന് തോന്നുന്നുണ്ട്. ഇത് ചൊറിയാത്ത ചേമ്പാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാമല്ലോ. അങ്ങനെ തൊലി ചേരണ്ടുണ്ട് ശരിക്കും ചെയ്യേണ്ടത്. കാരണം എനിക്ക് ചോറിൻ്റെ ശരിയാവണില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെത്തിയാണ് കേട്ടോ എടുത്തത്. ഇങ്ങനെ ചെറുപ്പത്തിലല്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇങ്ങനെ ചെത്തുമ്പോൾ അമ്മ ഇങ്ങനെ പറയും ഇത് ചെത്തരുത്, ഇങ്ങനെ തൊലി ചേരണ്ടാണ് വേണ്ടത്, ചെത്തിയ പകുതി പോകും പറയും. എന്താണ്ടത് ഇങ്ങനെ ചേമ്പ് ഇങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ക്രിഞ്ചാണ്. അങ്ങനെ ചേമ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും പിന്നെ കത്തിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. പക്ഷേ ചേമ്പ് കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേമ്പ് ഇങ്ങനെ വെറുതെ പുഴുങ്ങി കഴിക്കാനും നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ചേമ്പും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മൺചട്ടിയിലേക്ക് നമ്മുടെ ചേമ്പും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു ചെറുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. പിന്നെ ഈ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചേമ്പും കൂടി ഇട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി പുളിയും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ചേമ്പായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പുളി ഉള്ളതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ പീര വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ നത്തിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്കിങ്ങനെ ഒരുപാട് എരിവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. ഇതിന് ഞാൻ പച്ചമുളക് ഇങ്ങനെ തേങ്ങൻ്റെ കൂടെ ഒതുക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മേലെ കുറച്ച് വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നത്തിൽ റെഡിയായി. പിന്നെ മീൻ പൊരിക്കണം എന്ന് വിചാരിച്ചിട്ട് എണ്ണ ചൂടാക്കി, പക്ഷേ മീൻ പൊരിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചേമ്പ് കറിയും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ മീൻ പൊരിക്കണ്ട വിചാരിച്ചു. മീൻ പൊരിച്ചതൊന്നും എനിക്കധികം ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കറിയുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫുഡിലൊരു കംഫേർട്ട് ഉണ്ടാവില്ല. അല്ല, ഈ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതേ ഒരു ഫുഡായിരുന്നു കേട്ടോ. എനിക്കിത് ഇതേപോലെ ഈ കയ്യിൽ ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുറച്ചധികം ഉപ്പേരിയും ചേമ്പും പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഇതൊക്കെ കൂടി കാട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.